പ്രാർത്ഥനകളുടെ പ്രാർത്ഥനയാണ് പരിശുദ്ധ കുർബാന. പ്രാർത്ഥനകളുടെ പ്രാർത്ഥനയായ പരിശുദ്ധ കുർബാനയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നമുക്കായി ദൈവബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് താമരശ്ശേരി രൂപതയിൽപ്പെട്ട ചക്കിട്ടപാറ സെൻറ്റ് ആനീസ് ദേവാലയത്തിൻ്റെ വികാരി ഫാദർ പ്രിയേഴ്സ് തേവടിയിൽ ആണ്. നമുക്ക് അച്ഛനോട് ചേർന്ന് ദിവ്യബലിക്കായി പ്രാർത്ഥിച്ചൊരുങ്ങാം. ഹൃദയം ഒരു ബലിവേദിയാക്കി തിരുമുൻപിലണയുന്നു ഞങ്ങൾ. വരുമോ യാഗമേശമായി, തരുമോ രക്ഷകൻ സൗഭാഗ്യം. ഹൃദയം ഒരു ബലിവേദിയാക്കി തിരുമുൻപിലണയുന്നു ഞങ്ങൾ. വരുമോ യാഗമേശമായി, തരുമോ രക്ഷകൻ സൗഭാഗ്യം. അർപ്പകരായി തീരാൻ, അർച്ചനയായി തീരാൻ സദയം വരുമോ നാഥ. അർപ്പകരായി തീരാൻ, അർച്ചനയായി തീരാൻ സദയം വരുമോ നാഥ. ഈശോയിലേറെ സ്നേഹമുള്ളവരെ, ഈ വിശുദ്ധ കുർബാന നമുക്ക് കൂടുതൽ അനുഭവം തരുന്ന ഏറ്റവും വലിയ കർത്താവിൻ്റെ അനുഗ്രഹമായി മാറാൻ, ഈ വിശുദ്ധ കുർബാന കൂടുതൽ നമ്മുടെ ജീവിതങ്ങൾക്ക് നാളേക്കുള്ള പ്രതീക്ഷ നൽകുവാൻ ഏറെ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ വിശുദ്ധ കുർബാനയും എൻ്റെ ആദ്യ ബലിയാണ്, അന്ത്യബലിയാണ് എന്നുള്ള വലിയ ആത്മീയ ചിന്തയോടെ നമുക്ക് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളാം. നമ്മുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതങ്ങളുടെ, നമ്മുടെ ഓരോ പ്രിയപ്പെട്ടവരുടെയും, നമ്മുടെ സുഹൃത്തുക്കളുടെ, നമ്മളോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ച എല്ലാവരുടെയും നിയോഗങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ ആദ്യ വെള്ളിയാഴ്ച ഈ സമയം മുഴുവൻ കർത്താവിനോട് കൂടെ ആയിരുന്നുകൊണ്ട് വളരെ പ്രത്യേകിച്ച് ഈ വിശുദ്ധ കുർബാനയിൽ പൂർണ്ണമായും നമ്മുടെ മനസ്സുകളെ സന്നിഹിതമാക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ ഈ ബലി നമുക്ക് ഭക്തിപൂർവ്വം അർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളി കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയുടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം. നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോക
സ്വർലോകത്തിൽ സർവേശ്വരു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താനാനിൻ സ്തുതിതൻ നിസ്തുല മഹിമാവാം. ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. മാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പു സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താനാനിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാം ആഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം. പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. എന്തെന്നാളെന്നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ
സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. നിൻഗേഹത്തിൽ വാഴുന്നതിനോ പാവനമാം നിൻ മാമലയിങ്കൽ പാർക്കുന്നതിനോ യോഗ്യതയുള്ളോർ എൻ കർത്താവേ ആരീ ഭൂവിൽ. വ്യാപാരത്തിൽ നിഷ്കന്മഷനും ന്യായം മാത്രം നോക്കുന്നവനും സത്യം തന്നെ പറയുന്നവനും വഞ്ചന നാവിൽ തീണ്ടാത്തവനും നിസ്സാരതരം തിന്മകൾ പോലും സ്നേഹിതനെതിരായി ചെയ്യാത്തവനും അയൽവാസികളെ ദ്രോഹിപ്പതിനായി കൈക്കൂലീനം വാങ്ങാത്തവനും നിൻഗേഹത്തിൽ വാഴുന്നതിനോ പാവനമാം നിൻ മാമലയിങ്കൽ പാർക്കുന്നതിനോ യോഗ്യതയുള്ളോ എൻ കർത്താവേ ആരീ ഭൂവിൽ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവെ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ് ലേഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14 അധ്യായം 13 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. ലോകത്തിന്റെ അവകാശിയാകും എന്ന വാഗ്ദാനം അബ്രാഹത്തിനോ അവന്റെ സന്തതിക്കോ ലഭിച്ചത് നിയമത്തിലൂടെയല്ല, വിശ്വാസത്തിന്റെ നീതിയിലൂടെയാണ്. നിയമത്തെ ആശ്രയിക്കുന്നവർക്കാണ് അവകാശമെങ്കിൽ വിശ്വാസം നിരർത്ഥകവും വാഗ്ദാനം നിഷ്ഫലവുമായി തീരും. എന്തെന്നാൽ നിയമം ക്രോധത്തിന് ഹേതുവാണ്. നിയമമില്ലാത്തിടത്ത് ലംഘനമില്ല. അതിനാൽ വാഗ്ദാനം നൽകപ്പെട്ടത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് ഒരു ദാനമായിരിക്കുന്നതിനും അങ്ങനെ അബ്രാഹത്തിൻ്റെ എല്ലാ സന്തതിക്കും, നിയമം ലഭിച്ച സന്തതിക്ക് മാത്രമല്ല, അബ്രാഹത്തിൻ്റെ വിശ്വാസത്തിൽ പങ്കുചേരുന്ന സന്തതിക്കും ലഭിക്കുമെന്ന് ഉറപ്പുണ്ടായിരിക്കുന്നതിനും വേണ്ടിയാണ്. അവൻ നമ്മളെല്ലാവരുടെയും പിതാവാണ്. ഞാൻ നിന്നെ അനേകം ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മരിച്ചവർക്ക് ജീവനും അസ്തിത്വമില്ലാത്തവയ്ക്ക് അസ്തിത്വവും നൽകുന്നവൻ്റെ മുമ്പിൽ അവൻ വിശ്വാസമർപ്പിച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറപ്പുള്ളതായിരുന്നു ഈ വാഗ്ദാനം. നിന്റെ സന്തതി ഇപ്രകാരമായിരിക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അനുസരിച്ച് താൻ അനേകം ജനതകളുടെ പിതാവാകും എന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. 100 വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നെന്നും സാറായുടെ ഉദരം വന്ധ്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവൻ്റെ വിശ്വാസം ദുർബലമായില്ല. വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല. മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ്റെ വിശ്വാസം അവന് നീതിയായി പരിഗണിക്കപ്പെട്ടത്. അവന് അത് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ സംബന്ധിച്ച് മാത്രമല്ല, നമ്മെ സംബന്ധിച്ചു കൂടിയാണ്. നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിക്കപ്പെടുകയും ചെയ്ത നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചതിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും അത് നീതിയായി പരിഗണിക്കപ്പെടും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശ്രയമെൻ മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ. നിത്യമനുഗ്രഹ പൂരിത കവിത തുലിക പോലെ നാദനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദിമുതൽക്കേ എന്നും നിത്യവുമാ ഭവിച്ചിടട്ടെ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ.
നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 7, 1 മുതൽ 6 വരെ തിരുവചനങ്ങൾ. വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. നീ സഹോദരൻ്റെ കണ്ണിലെ കരട് കാണുകയും നിന്റെ കണ്ണിലെ തടിക്കഷ്ണം ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? അഥവാ നിന്റെ കണ്ണിൽ തടിക്കഷ്ണം ഇരിക്കെ സഹോദരനോട് ഞാൻ നിന്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളയട്ടെ എന്ന് എങ്ങനെ പറയും? കപടനാട്യക്കാരാ, ആദ്യം സ്വന്തം കണ്ണിൽ നിന്ന് തടിക്കഷ്ണം എടുത്തു മാറ്റുക. അപ്പോൾ സഹോദരൻ്റെ കണ്ണിലെ കരടെടുത്ത് കളയാൻ നിനക്ക് കാഴ്ച തെളിയും. വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്. നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ടുകൊടുക്കരുത്. അവ അത് ചവിട്ടി നശിപ്പിക്കുകയും തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഇരിക്കാം. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഡോക്ടർ അലക്സിസ് കാറൽ ഒരു തികഞ്ഞ നിരീശ്വരവാദിയും പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന സൗഖ്യങ്ങളെ നിഷേധിക്കുന്നവനുമായിരുന്നു. ഒരിക്കൽ ലൂർദിലെ അത്ഭുതങ്ങളെക്കുറിച്ച് വലിയൊരു പത്രവാർത്ത അദ്ദേഹം കണ്ടു. അദ്ദേഹം അത് വായിച്ചു. എന്നാൽ അദ്ദേഹത്തിന് അത് വിശ്വാസയോഗ്യമായില്ല. എന്നാൽ അടുത്ത തവണ തന്നെ ലൂർദിൽ പോയി ഈ കാര്യങ്ങളെയൊക്കെ ഒന്ന് മനസ്സിലാക്കാം, അതിൻ്റെ വാസ്തവം ഒന്ന് മനസ്സിലാക്കാം എന്ന് ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് അദ്ദേഹം ലൂർദിലേക്ക് ട്രെയിൻ കയറുകയാണ്. ട്രെയിനിൽ അദ്ദേഹം മേരി ഫെറാൻഡ് എന്ന ഒരു സ്ത്രീയെ കാണുകയാണ്. ക്ഷയരോഗം മൂർധന്യാവസ്ഥയിൽ എത്തിയിരുന്നു ആ സ്ത്രീക്ക്. അദ്ദേഹം അവളെ ചികിത്സിക്കുവാനായിട്ട് നോക്കി. പക്ഷേ അദ്ദേഹത്തിന് അത് സാധിച്ചില്ല. അപ്പോഴാണ് അവർ പറയുക, പല ഡോക്ടർമാരും വളരെ നന്നായി അവളെ ശുശ്രൂഷിക്കുവാനായിട്ട് പരിശ്രമിച്ചു. അങ്ങനെ വൈദ്യ ലോകം മുഴുവൻ അവളെ സുഖപ്പെടുത്താൻ അസാധ്യമാകുമാറ് അവർ നിസ്സഹായരായിട്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് ലൂർദിലേക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ഈ സ്ത്രീയെ കൊണ്ടുപോകുന്നത്. അങ്ങനെ അദ്ദേഹം കാത്തിരുന്നു. ലൂർദിൽ പ്രാർത്ഥനയുടെ സമയങ്ങൾ, മറ്റ് ആരാധനയുടെ സമയങ്ങൾ അതൊക്കെ കടന്നുപോയി. വിശുദ്ധ കുർബാനയുടെ സമയം വന്നു ചേർന്നു. അങ്ങനെ വിശുദ്ധ കുർബാനയ്ക്കിടയ്ക്ക് ഈ സ്ത്രീയെ അദ്ദേഹം വീക്ഷിച്ചു കൊണ്ടിരുന്നു. വിശുദ്ധ കുർബാനയ്ക്കിടയ്ക്ക് ആ സ്ത്രീയുടെ വയറിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന നീർക്കെട്ട് പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നതായി അവിടെ സാക്ഷ്യപ്പെടുത്തി. അദ്ദേഹം അത് കണ്ട് വിശ്വസിക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് വിശുദ്ധ കുർബാനയ്ക്ക് ഇത്രമാത്രം ശക്തിയുണ്ടെന്ന്. തൻ്റെ ജീവിതത്തിൽ ഇതുവരെയും അദ്ദേഹം വിചാരിച്ചിരുന്ന സംഭവങ്ങളൊക്കെ നിരർത്ഥകമായിരുന്നുവെന്നും ദൈവത്തിൻ്റെ അത്ഭുത ശക്തിയെക്കുറിച്ചും അദ്ദേഹം മനസ്സിലാക്കുകയാണ്. അങ്ങനെ അദ്ദേഹം തികഞ്ഞ ഒരു വിശ്വാസിയായി മാറി. കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി അദ്ദേഹം വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ, തനിക്ക് സാധിക്കുന്ന രീതിയിലൊക്കെ സാക്ഷ്യമെഴുതി അദ്ദേഹം കൂടുതൽ മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്ന തക്കവിധം ഒരുപാട് പുസ്തകങ്ങൾ എഴുതി വിശ്വാസത്തെ കൂടുതൽ കൂടുതൽ സാക്ഷ്യപ്പെടുത്തി. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന പരമാർത്ഥ ഹൃദയർക്ക് കർത്താവ് സമീപസ്ഥനാണെന്ന സങ്കീർത്തനങ്ങൾ 145 അധ്യായം 18 തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും സമീപസ്ഥനാകുന്ന കർത്താവിനെയാണ് പൂർവ്വപിതാവായ അബ്രാഹം
നമ്മുടെയൊക്കെ അനുദിന ജീവിതങ്ങളിൽ കൃത്യമായിട്ട് സാക്ഷ്യപ്പെടുത്തുക. ഇന്ന് ലേഖനത്തിൽ നമ്മൾ വായിച്ചു, അബ്രാഹത്തിൻ്റെ വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെട്ടു എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസം അദ്ദേഹത്തിന് നന്മയായിട്ട് പരിഗണിക്കപ്പെട്ടു. അങ്ങനെ അനേകം തലമുറകൾക്ക് വേണ്ട വിശ്വാസം അദ്ദേഹം ആർജിച്ചെടുക്കുകയും അത് പകർന്നു കൊടുക്കുവാനായിട്ട് ദൈവം അദ്ദേഹത്തെ പ്രത്യേകം തിരഞ്ഞെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് വിശ്വാസത്തോടെ ജീവിച്ചാൽ, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ഉറച്ച് വിശ്വസിച്ചാൽ, എല്ലാറ്റിനെയും പ്രതീക്ഷയോടുകൂടെ കാത്തു നിൽക്കുവാൻ സാധിച്ചാൽ ദൈവം ഒട്ടനേകം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുന്നു. തൻ്റെ 100-ാം വയസ്സിൽ തനിക്കൊരു മകൻ ജനിക്കുമെന്ന് ഒരു പ്രതീക്ഷയും ഇല്ലാതിരിക്കെ ദൈവം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയാണ്. ഒരുപക്ഷെ ദൈവത്തിൻ്റെ തിരുമനസ്സിന് വേണ്ട വിധം വിധേയപ്പെടുവാൻ, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളോട് വേണ്ട വിധം പ്രതികരിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചതുകൊണ്ടാണ് അദ്ദേഹം അതൊക്കെ തൻ്റെ ജീവിതത്തിൽ സംശയമില്ലാതെ സ്വീകരിക്കുന്നത്. ഇങ്ങനെ സംശയമില്ലാത്ത ഒരു വിശ്വാസം അനുദിന ജീവിതങ്ങളിൽ ശക്തിപ്പെടുത്തിയെടുക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. ഫരിസേയരുടെ മനസ്ഥിതിയാണ് കർത്താവ് പൂർണ്ണമായിട്ടും എതിർത്തുകൊണ്ട് ഇന്ന് വിശുദ്ധ സുവിശേഷത്തിൽ എന്താണ് സത്യമെന്ന് കർത്താവ് നമ്മോട് പറയുക. നിന്റെ വിശ്വാസ ജീവിതം കൂടുതൽ ശക്തിപ്പെടുത്തുവാനായിട്ട് കർത്താവ് അബ്രാഹത്തിൻ്റെ വിശ്വാസം നമുക്ക് തന്നുകൊണ്ട് ആ വിശ്വാസത്തിലൂടെയാണ് അനേക തലമുറകൾ വളരേണ്ടത് എന്ന് അവിടുന്ന് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. വിശ്വാസമില്ലാത്ത ഒരു ജീവിതം, എല്ലാത്തിനെയും ദോഷൈക ദൃഷ്ടിയോടുകൂടെ നോക്കുന്ന ഒരു ജീവിതം, അതായിരുന്നു ഫരിസേയർക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരെ നിശിതമായിട്ട് വിമർശിക്കുന്ന കർത്താവിനെയാണ് നമ്മൾ കാണുക. വ്യക്തിപരമായിട്ടല്ല, മറിച്ച് അവരിലുള്ള ആ നെഗറ്റീവ് ചിന്താഗതി, ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല എന്നും സംശയത്തോടുകൂടെ എല്ലാറ്റിനെയും വീക്ഷിക്കുന്ന ആ രീതിയും ഈശോ കൃത്യമായിട്ട് വിമർശിച്ച് പ്രതികരിച്ച് അത് നിരർത്ഥകമാണ് എന്ന് അവരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ ശാപത്തിൽ രോഗശാന്തി നൽകുന്ന ഏറ്റവും വലിയ നന്മയെ കാണാത്ത അവരുടെ ജീവിതങ്ങളെ കർത്താവ് എതിർക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെയാണ്, നിങ്ങൾ അവിശ്വാസികളാണ്. എല്ലാറ്റിനെയും നന്മ കാണുവാൻ, എവിടെയെങ്കിലുമൊക്കെ തിന്മകളുണ്ടെങ്കിൽ, കുറവുകളുണ്ടെങ്കിൽ അതിനെ വിളിച്ചു പറയുന്ന വ്യക്തികളാകാതിരിക്കുവാൻ കർത്താവ് തൻ്റെ വചനത്തിലൂടെ മുന്നറിയിപ്പ് നൽകുകയാണ്. അത്രമാത്രം നന്മ ദൈവം അവിടെ തൻ്റെ പ്രിയ മകനിലൂടെ ചെയ്തിട്ടും അനേകം പേരെ സുഖപ്പെടുത്തിയിട്ടും തങ്ങൾ പറയുന്നത് മാത്രമാണ് സത്യമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു ഫരിസേയ വിഭാഗത്തെ കർത്താവ് കൃത്യമായിട്ട് മാറ്റി നിർത്തുകയാണ്. എന്നുവെച്ചാൽ അവരുടെ കണ്ണു തുറപ്പിച്ചുകൊണ്ട് എന്താണ് സത്യം എന്ന് കർത്താവ് കൃത്യമായി അവരെ പഠിപ്പിക്കുകയാണ്. അനുദിന ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ വളർത്തുവാൻ, എവിടെയെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ അത് നികത്തുവാൻ കർത്താവിൻ്റെ തിരുവചനങ്ങളാണ് എപ്പോഴും നമുക്ക് ആശ്രയം. നിന്റെ സഹോദരൻ്റെ കണ്ണിലെ കരട് കാണാതെ നിന്റെ കണ്ണിലെ തടിക്കഷ്ണം ഇരിക്കവേ അതിനെ മാറ്റുവാനായിട്ടാണ് കർത്താവ് ആവശ്യപ്പെടുക. അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിൽ ഓരോ ദിവസവും അടങ്ങിയിരിക്കുന്ന കാര്യത്തെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ് അവരോട് സംസാരിക്കുകയാണ്. 2 പ്രതീകങ്ങളാണ് കരടും തടിക്കഷ്ണങ്ങളും. 2 തരം മനോഭാവങ്ങൾ. എങ്ങനെയായിരിക്കണമോ അതായിരിക്കുകയല്ല, മറിച്ച് എങ്ങനെയായിരിക്കണമെന്ന് അവർ തന്നെ നിശ്ചയിച്ച് ഉറപ്പിക്കുകയാണ്. തങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് അതിനെ സംഘത്തോടുകൂടെ ആക്രമിക്കുന്ന ഒരു കാടൻ രീതിയാണ് ഈശോ അവിടെ ഫരിസേയരുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് വ്യക്തമാക്കി കൊടുത്തുകൊണ്ട് അവരെ കൃത്യമായിട്ട് വിമർശിക്കുക. എൻ്റെ അയൽക്കാരൻ ഒന്നുമല്ല എന്നും അവൻ അസന്മാർഗിയാണെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ പലരും വിശ്വസിക്കും. കാരണം മനുഷ്യ മനസ്സ് എപ്പോഴും അങ്ങനെയാണ്. ഓരോരുത്തരുടെയും ഉള്ളിലുള്ള നന്മകളെ വളർത്തുവാൻ ഒരു ക്രിസ്ത്യാനി ആയിട്ടുള്ള നാം ഓരോരുത്തരും വളരെ കൃത്യമായിട്ട് പരിശ്രമിക്കേണ്ടിയിരിക്കും. അങ്ങനെയാണ് അനുദിന ജീവിതങ്ങളിൽ നാം ഓരോരുത്തരും വളരേണ്ടത്. അന്യനെ വിധിക്കുന്നവൻ കർത്താവിനാൽ വിധിക്കപ്പെടുമെന്ന് കർത്താവ് തിരുവചനത്തിലൂടെ മുന്നറിയിപ്പ് നൽകുകയാണ്. കാരണം അവൻ കപടനാട്യക്കാരനാണ്. റോമാലേഖനം 2-ാം അധ്യായം 20-ാം അധ്യായം നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: നീ അന്ധർക്ക് വഴികാട്ടിയും ഇരുട്ടിൽ ഇരിക്കുന്നവർക്ക് വെളിച്ചവും അജ്ഞർക്ക് ഉപദേശകനും
കുട്ടികൾക്ക് അധ്യാപകനുമാണെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന നീ എന്തുകൊണ്ട് സ്വയം പഠിക്കുന്നില്ല? പ്രിയമുള്ളവരെ, മറ്റുള്ളവരിലെ നന്മ കാണുവാൻ കൂടുതൽ നമ്മൾ വളരേണ്ടിയിരിക്കുന്നു എന്ന് തിരുവചനങ്ങളിലൂടെ കർത്താവ് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഒരിക്കൽ ഒരു ഹിപ്പിയുടെ 2 ചെരുപ്പുകളിൽ ഒന്ന് കാണാതായി. അങ്ങനെ ഒരു ചെരുപ്പിട്ടുകൊണ്ട് അദ്ദേഹം വഴിയിലൂടെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ആരോ അദ്ദേഹത്തോട് ചോദിച്ചു, ഒരു ചെരുപ്പ് നിൻ്റെത് നഷ്ടമായി അല്ലേ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒന്നെനിക്ക് നഷ്ടപ്പെടുകയല്ല, ഒന്ന് ഞാൻ കണ്ടെത്തി എന്ന് ഞാൻ പറയും. നന്മയെ വീണ്ടും വീണ്ടും കാണുവാൻ എവിടെയെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ അതല്ല പറയേണ്ടത്, മറിച്ച് നന്മ നിറവ് എവിടെയുണ്ടോ അതിനെയാണ് ഉയർത്തിപ്പിടിക്കേണ്ടത് എന്ന് ഈ കാര്യങ്ങളിലൂടെയൊക്കെ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഒരിക്കൽ ഒരു പട്ടണത്തിൽ ഒരു പടുവിഡ്ഢിയായിട്ടുള്ള മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നതൊക്കെ മറ്റുള്ളവർക്ക് വലിയ വിഡ്ഢിത്തരമായിട്ടാണ് അനുഭവപ്പെട്ടത്. ഏത് വാക്ക് പറഞ്ഞാലും അതിൽ ഒരല്പം മനസ്സിലാക്കാൻ പ്രയാസമുള്ളത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പരിഹാസ്യമായിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം എല്ലാവരോടും സംസാരിക്കുമ്പോഴും എല്ലാവരും അദ്ദേഹത്തെ കളിയാക്കി ചിരിക്കും. അങ്ങനെ അതിൽ അദ്ദേഹം മനം നൊന്ത് ഒരു സൂഫി വര്യൻ്റെ അടുത്ത് ചെല്ലുകയാണ്. അദ്ദേഹത്തോട് ഈ വിഡ്ഢിയായിട്ടുള്ള മനുഷ്യൻ പറഞ്ഞു, എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ വലിയവനാകണം. എൻ്റെ വാക്കുകൾ മറ്റുള്ളവർക്ക് പരിഹാസ്യമാകുന്നുണ്ട് എങ്കിൽ അത് മാറ്റിയെടുക്കുവാനായിട്ട് അങ്ങെനിക്ക് വലിയൊരു ഉപദേശം നൽകണം. അങ്ങനെ സൂഫി വര്യൻ ഈ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ ഇനി മുതൽ കാണുന്നതിനെല്ലാം വിമർശിക്കുക, എല്ലാവരെയും അടച്ച് ആക്ഷേപിക്കുക, അത്രമാത്രം ചെയ്താൽ മതി. ഈ മനുഷ്യൻ എല്ലാറ്റിനെയും വിമർശിക്കാനും കൂടുതൽ ശബ്ദമുയർത്താനും മറ്റുള്ളവരെ അനാവശ്യമായിട്ട് ആക്ഷേപിക്കാനുമൊക്കെ ആയിട്ട് തുടങ്ങി. ഒരു മാസം കഴിഞ്ഞപ്പോൾ സൂഫി വര്യൻ്റെ അടുക്കൽ ഒരു പറ്റം ആളുകൾ വരികയാണ് ഈ മനുഷ്യനെ കൂട്ടിക്കൊണ്ട്. എന്നിട്ട് അവർ പറഞ്ഞു, ഇദ്ദേഹം പടുവിഡ്ഢിയായിട്ടുള്ള മനുഷ്യനായിട്ടാണ് ഇത്രയും നാൾ ഞങ്ങൾ കരുതിയത്. പക്ഷേ ഇന്ന് ഞങ്ങളിൽ ഏറ്റവും വലിയവൻ, ഏറ്റവും നന്നായി സംസാരിക്കുന്നവൻ, ഏറ്റവും നന്നായി വാക്കുകൊണ്ട് എല്ലാവരെയും പരാജയപ്പെടുത്തുന്നവൻ ഇവനാണ്. പ്രിയമുള്ളവരെ, എളുപ്പത്തിൽ നേടുവാൻ സാധിക്കുന്നതാണ് മറ്റുള്ളവരെ അടച്ചാക്ഷേപിക്കുന്ന വാക്കുകൾ. അവരുടെ നല്ലതിനെ കാണാതെ തിന്മയെ കാണുവാൻ വാക്കുകൾ കൊണ്ട് എത്രമാത്രം ആക്രമിക്കാൻ സാധിക്കുമോ അത്രമാത്രമൊക്കെ ചെയ്യാൻ ഒട്ടേറെ മുൻപോട്ട് പോകേണ്ടതില്ല. തങ്ങളുടെ ജീവിതത്തിൽ തങ്ങളായിട്ട് വളർത്തിയെടുത്ത എല്ലാ തിന്മകളും വായിലൂടെ പുറത്തേക്ക് വന്നാൽ മാത്രം മതി. അത്രമാത്രം മനുഷ്യൻ തൻ്റെ സഹജീവികളെ ആക്രമിച്ചാൽ കർത്താവ് ഈ തിരുവചനത്തിലൂടെ പറയുന്നതൊക്കെ നമ്മളെ സംബന്ധിച്ചും സാർത്ഥകമായി തീരും. അതുകൊണ്ട് ഫരിസേയരുടെ പുളിപ്പിനെ കൃത്യമായി കർത്താവ് എടുത്തു പറയുന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ തിന്മയെ വർദ്ധിപ്പിക്കുന്ന മനുഷ്യ ബുദ്ധിയെയാണ് കർത്താവ് കൃത്യമായിട്ട് ഊന്നിപ്പറയുക. അതുകൊണ്ട് നല്ല മനോഭാവങ്ങളിൽ ആയിരിക്കുവാൻ കർത്താവ് നമ്മെ പ്രത്യേകം മാടി വിളിക്കുകയാണ്. ഓരോരുത്തരുടെയും ചിന്താരീതികൾ, ഉയർന്ന ആത്മീയ മനോഭാവങ്ങളാണ് ഓരോരുത്തരെയും ഉയർത്തുക. അതുകൊണ്ട് മറ്റുള്ളവരിലെയും നന്മയെ ദർശിക്കുവാൻ, എവിടെയെങ്കിലുമൊക്കെ തിന്മകളുണ്ടെങ്കിൽ അതിനെ തടയാൻ വ്യക്തിപരമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അനുദിന ജീവിതത്തിൽ നമ്മുടെ ഉള്ളിലെ തിന്മയെ ഒഴിവാക്കിക്കൊണ്ട് നന്മയെ മുറുകെ പിടിക്കുവാൻ, മറ്റുള്ളവർക്ക് കൂടുതൽ നല്ല മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുവാൻ, ആത്മീയ ജീവിതത്തിൽ വിശ്വാസം സാക്ഷ്യപ്പെടുത്തുന്ന രീതിയിൽ വളരുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. ദൈവം നമ്മയും കുടുംബങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമെന്ന് യാചിക്കാം. പരിശുദ്ധാത്മാവിനാൽ മരുഭൂമിയിലേക്ക് നയിക്കപ്പെടുകയും 40 രാവും 40 പകലും തപസ് അനുഷ്ഠിക്കുകയും ചെയ്ത കർത്താവെ, തപസ്സിൻ്റെയും
പ്രായശ്ചിത്തിൻ്റെയും അരുവിയാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാടായ മിശിഹായെ, ഞങ്ങളുടെയും മറ്റുള്ളവരുടെയും പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്നേഹത്തിൻ്റെ ബലിവസ്തുവായ മിശിഹായെ, ഞങ്ങളുടെ ശരീരത്തെയും അതിൻ്റെ ദുർവാസനകളെയും നിന്നോടുകൂടെ ക്രൂശിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സാത്താനെ പരാജയപ്പെടുത്തി ഞങ്ങൾക്ക് മാതൃകയും മനോധൈര്യവും നൽകിയ മിശിഹായെ, പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവൻ്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലിത്തായും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ജോസഫ് മെത്രാപ്പൊലിത്തായും ഞങ്ങളുടെ പിതാവും രൂപത അധ്യക്ഷനുമായ മാർ റെമീജിയോസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവായ മിശിഹായെ, നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ, ലോകപാപങ്ങളുടെ പരിഹാരമായി നിന്റെ സഹന ജീവിതത്തോട് യോജിച്ചുകൊണ്ട് ആത്മാവിശുദ്ധീകരണത്തിനായി യത്നിക്കുന്ന നിന്റെ സഭയെ കരുണപൂർവം കടാക്ഷിക്കണമേ. കുരിശുകളുടെ സന്തോഷത്തോടെ വഹിച്ചുകൊണ്ട് നിന്റെ ബലിജീവിതം തുടരുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. യഥാർത്ഥമായ പ്രാർത്ഥനാ ചൈതന്യവും സഹോദര സ്നേഹവും ആത്മപരിത്യാഗവും പുലർത്തി ഈ നോമ്പുകാലം ഫലദായകമാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മിശിഹാ കർത്താവിൻ തിരുവേനിടവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളോടണയുക നാം അഖിലരുമൊന്നായി സന്നിധിയിൽ മാനവനിരയോട് ചേർന്നേവം പാടാം. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. ആദനും അതുപോലാത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയൗസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ. ആദിയിലെ പോലെ നന്നേക്കും ആമേനാമേൻ. സുതനുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭി
നമുക്കായി പാടിയിടട്ടെ. ആമേനാമേൻ. മാർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയത്തിലോർത്തിടാം. നമ്മുടെ കൂടെ ബലവാന കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോദ്ധാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമാ ത്രിത്വത്തെ മോദാ നിത്യം വാഴ്ത്തിടാ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള അതിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവ് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവാലിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈലികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പോലിത്താമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആദരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ.
കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മോട് കൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനാങ്ങിയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമേന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ
അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരുവികളുമായ ക്രോവന്മാരോടും സ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീതിയിലോശാന, ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാൻ, വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീതിയിലോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകലരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ
എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവെ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ, സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായ്ക്കും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തായ്ക്കും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ എ വി ജോസ് മെത്രാനും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതർ, അൽമായി പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകലുരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയെല്ലാം മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനും അയോഗ്യനായിരിക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശു മിശിഹായെ അയച്ചെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകവുമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവും അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ യേശു മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവേൻ, സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ
ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരാൽ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ എപ്പോഴുമെന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ളപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളൂ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചും കൊണ്ട് നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പ്രവർത്തീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവെ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കാൻ ഞങ്ങളുടെ ധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ
അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവിശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. ഇതാ ജീവന്റെ ഔഷധം നൽകപ്പെടുന്നു. നമുക്ക് ഈ ദാനം സ്വീകരിക്കുകയും ജീവൻ പ്രാപിക്കുകയും ചെയ്യാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. ഉപവസിക്കുന്ന സഹോദരരെ, വരുവിൻ. തന്നെ ഭക്ഷിക്കുന്നവരെ വിശദീകരിക്കുന്ന പരിശുദ്ധനെ സ്വീകരിക്കുവിൻ. മിശിഹായുടെ ശരീരവും രക്തവും നൽകപ്പെടുന്നു. വിശപ്പും ദാഹവും സഹിക്കുന്നവരെ, ജീവിക്കുന്ന രഹസ്യത്തെ അനുഭവിച്ചറിയുവിൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവത്താൽ സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണ്ണനീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടി. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ജീവൻ നൽകും ദൈവികമാ പരിപാവനമേ ബലിവഴിയായി നാഥനു സ്തുതിയും ബഹുമതിയും നമ്മൾ
കാഴ്ചയണ് ചെല്ലു. ആമേൻ ആമേൻ. പ്രീതി കലർന്നു യുഗാന്ത്യത്തിൽ സ്വർഗീയോർസ്ലേം നഗരത്തിൽ മാലാഖമാർ ഒത്തുവലം ഭാഗം നമ്മൾ കരുളട്ടെ. ആമേൻ ആമേൻ. നമ്മിൽ ലോകം മുഴുവനിലും സഭയിലും അവൾ തൻ തനയരിലും നാഥൻ വരനിര ചൊരിയട്ടെ. ഇപ്പോഴുമെപ്പോഴും എന്നേക്കും. ആമേൻ ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നെ നിങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വിലകയോ അറിഞ്ഞുകൂടാ. കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സാക്ഷ്യത്തിന്റെ വചനത്താലും വിജയം നേടിയിടും. നമ്മൾ വിജയം നേടിയിടും. കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് സാക്ഷ്യത്തിന്റെ വചനത്താലും വിജയം നേടിയിടും. നമ്മൾ വിജയം നേടിയിടും. അന്ത്യം വരെയും പൊരുതിയിടാൻ ജീവൻ ബലിയായി നൽകിയിടാൻ ബലം പകർന്നിടും. നമ്മിൽ ശക്തി പകർന്നിടും.